കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആരെ? കേരളത്തിൽ നിന്ന് അത് പിന്നീട് വന്നതാണ്. എനിക്കറിയില്ല. എന്തായാലും നമ്മളൊക്കെ അത് കേട്ടപ്പോൾ മനസ്സിലായത് സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് ഇന്ത്യയിലും കേരളവും മൊത്തം നമ്മളെടുത്ത് നോക്കുമ്പോൾ. ഇപ്പോൾ എക്സ് മുസ്ലിം മൂവ്മെന്റ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് ഇതുള്ളൂ. കേരളത്തിനെ കണ്ടാണ് എക്സ് മുസ്ലിം മൂവ്മെന്റ്സ് കേരളത്തിന് വെളിയിൽ പോലും അവർ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതും നമ്മളെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നതും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഇസ്ലാമിന്ന് മതം വിടുന്ന ഒരാൾ, അവർ സ്വാഭാവികമായിട്ടും അവർ എത്തിച്ചേരുന്നത് സംഘപരിവാർ മേഖലയിലുള്ള ഇസ്ലാം മത വിമർശനം നടത്തുന്ന ആളുകളായിട്ടാണ് അവരവിടെ ചെന്ന് ചേരുന്നത്. അതിന് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല അവിടെ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 40 വർഷമായിട്ട് യുക്തിവാദ പ്രവർത്തനം നടക്കുന്നു. 40-50 വർഷമായിട്ട്. കേരളത്തിന് വെളിയിൽ അതില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആരാ? കുറേ സംഘികളാണ്. അപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെ അവിടെ ചെന്ന് ചേരുന്നു.